ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കിച്ചു പറയാം, എന്റെ അടുത്ത് നിൽക്കുന്നില്ല മിലുന്ന പിടിച്ച അമ്മയുടെ മിലുവിനെ എന്ന് പറഞ്ഞ അവൻ എന്റെ അടുത്ത് കൊണ്ട് തരാം കേട്ടോ. ഞാനാണെങ്കിൽ ആറ്റുനോറ്റി ഇന്നൊരു പണിയെടുക്കാനായിട്ട് പോവാണ്. ആരും എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോവാണ്. യുദ്ധക്കളത്തിൽ ദേ നിൽക്കുന്ന ഒരു ഭടൻ ആദ്യം അവനെ തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ, അങ്ങനെ അവനെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ എന്റെ യുദ്ധം തുടങ്ങുകയാണ്. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പൊ പെട്ടെന്നൊരു ആഗ്രഹം ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട് ഈ ചക്ക എല്ലാം തന്നെ നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ചക്കക്കുരുവും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് മേമ ചായയൊക്കെ തന്നെ വെച്ച് തന്നു. അതിനിടയ്ക്ക് ചായയൊക്കെ കുടിച്ച കടലയൊക്കെ തന്നെ ഇങ്ങനെ കുറച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഇതെല്ലാം തന്നെ അരിഞ്ഞു തീർത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അങ്ങ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി. തുടക്കത്തിൽ ആവേശമൊന്നും ഒടുക്കത്തിൽ ഉണ്ടായില്ല. അങ്ങനെ നേരെ ചെന്ന് നോക്കിയപ്പോഴല്ലേ ദേ ഒരു വാഴ സിനിമയും കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഞാൻ നേരെ മുറ്റത്തേക്ക് പോയി. കാര്യം ഇവിടെ മഴ ഉണ്ടായിരുന്നു. ചെറു ചാറ്റൽ മഴയത്ത് ഇങ്ങനെ ചായ കുടിച്ചിരിക്കാൻ നല്ല രസമില്ല. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സാമ്യമാണ് കേട്ടോ. ഒരു അമ്മ പെറ്റ മക്കളെ പോലെ. അങ്ങനെ വാഴകളായി ഞങ്ങൾ വാഴ സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മേമ ആ ചക്കപ്പുഴുക്കെല്ലാം തന്നെ പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, ഒരു പണി നമുക്ക് മര്യാദയ്ക്ക് മുഴുവനായി ചെയ്യാനുള്ള കഴിവില്ലല്ലോ. അങ്ങനെ ആ ചക്കപ്പുഴുക്കം കഴിച്ച് ഞാൻ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അത്രയുള്ള പൊട്ടി ബൈ.